BaBu Monz TeChzലേക്ക് അല്ലെങ്കിൽ സ്വാഗതം കേട്ടോ. ഇത് ആയിരിക്കാന്ന് വെച്ചാൽ ആദ്യമായിട്ട് എൻ്റെ ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കുമാണ്, ആദ്യമായിട്ട് വരുന്ന പ്രേക്ഷകർക്കാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ മുമ്പ് ഇട്ട വീഡിയോ കണ്ടിട്ട് വരുന്ന എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാരണം നിങ്ങൾക്കറിയാം ഈ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇതാണ് ASUS ROG Phone 5 Pro അൾട്ടിമേറ്റിൻ്റെയും ഓവർവ്യൂ ആയിട്ടാണ്. ഓക്കെ, ഇതൊരു ഓവർവ്യൂ വീഡിയോ. അപ്പോൾ ഈ ഓവർവ്യൂ വീഡിയോയിൽ പറയാൻ പോകുന്നത് മറ്റേ വീഡിയോൻ്റെ ഇതിന് മുമ്പ് ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫോണിനെ പറ്റി അറിയേണ്ട ആൾക്കാർ ആദ്യം ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരും. അല്ലെ ജസ്റ്റ് കാണാമെന്നതാണെങ്കിൽ ഈ ഫോണിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, പക്ഷേ എന്നാൽ ജസ്റ്റ് ഇതിൻ്റെ എന്താ പറയുക, ഫൈനലായിട്ടുള്ള റിവ്യൂ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. ഓവർവ്യൂവിൻ്റെ റിവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് വേണമെങ്കിൽ മറ്റിലേക്ക് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ASUS ROG Phone 5 പ്രോവും അൾട്ടിമേറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രോ വെച്ച് തന്നെ തുടങ്ങാം. ഇതാണ് നമ്മുടെ പ്രോ ഫോൺ. കാണാൻ കുഴപ്പമില്ലാത്ത ലുക്കെല്ലാം. മറ്റേ നമ്മളെ ROG Phone 5 പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇത് ഡിസ്പ്ലേയും സംഭവങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ ചേഞ്ച് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് 75,999 രൂപയാണ് വരുന്നത്. ഇപ്പോൾ 7% ഓഫിൽ നിങ്ങൾക്ക് 69,999 രൂപ കിട്ടും. ഓക്കെ, 70,000 രൂപ. അപ്പോൾ ഇതിൽ എന്തെല്ലാം വരുന്നത് വെച്ചാൽ 512 GB സ്റ്റോറേജ് വരുന്നുണ്ട്, 16 GB റാം വരുന്നുണ്ട്. ഓക്കെ, ASUS ROG Phone 5 വന്നത് 256 GB ആണ് മാക്സിമം, പിന്നെ 12 GB റാം ആയിരുന്നു മാക്സിമം. ഓക്കെ, ഇതിൽ 512 GB സ്റ്റോറേജും 16 GB റാമാണ് വരുന്നത്. ബാക്കി എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെയാണ്. എന്താ പറയുക, നമ്മളെ ASUS ROG Phone 5 അതേ സംഭവങ്ങളാണ്, ഒരു ചേഞ്ചുമില്ല. ഓക്കെ, പ്രൊസസ്സർ പിന്നെ എന്താ ഇത് എന്താ പറയുക, മറ്റേ ഗ്രാഫിക്സ് എല്ലാം, സ്റ്റോറേജ് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. ഓക്കെ, ബാറ്ററി എല്ലാം സെയിം ആണ്. പിന്നെ ഇതിൽ ചേഞ്ച് വേറെ സ്ഥലത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ബാക്കത്തെ ഡിസൈൻ കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാം ബാക്കത്തെ ഇത് കണ്ടോ, കുറച്ച് എന്ന് പറയുക ഇത് കുറച്ച് ചെറുതാക്കിന്, പക്ഷേ അവിടെ ഫുൾ ഡിസ്പ്ലേൻ്റെ നിങ്ങൾക്ക് ബാക്കത്തെ ആ ഒരു ഡിസ്പ്ലേ പോലെയാണ്. ഓക്കെ, അതിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾക്ക് കിട്ടും. LED ആണ് ഫുള്ളായിട്ട്. ഓക്കെ, ഇപ്പോൾ അവിടുത്തെ കളർ ചേഞ്ചസ്, കളർ ഫുൾ ഇത് മാറ്റുന്ന എല്ലാം നിങ്ങളെ കയ്യിലാണ്. ഓക്കെ, അത് ഫുള്ളും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കത്ത് കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ്. എന്താ പറയുക, ഒരു മെറ്റാലിക് ലുക്കിലാണ് വരുന്നത് ബാക്ക്. ഓക്കെ, മാറ്റ് പ്ലസ് മെറ്റാലിക്. അപ്പോൾ കാണാനുള്ള കുഴപ്പമില്ലാത്ത ലുക്കാണ്. ഓക്കെ, പിന്നെ ഈ ROG Phone 5 Pro അൾട്ടിമേറ്റ്ലി മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒന്ന് സ്റ്റോറേജ്, പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആക്സസറി സപ്പോർട്ട്. ഈ എന്താ പറയുക, കുറച്ച് കൂടുതലാണ് ROG Phone 5 Proവും അൾട്ടിമേറ്റിനും. ഓക്കെ, അപ്പോൾ ഒരു എയറോ കൂളർ എന്ന് പറയുന്ന സംഭവമുണ്ട്, എയറോ കൂളർ 5 അങ്ങനെ എന്തോ ഒരു പേര് വന്നിട്ട് ഒരു ആക്സസറി. അപ്പോൾ അത് ഈ രണ്ട് ഫോൺസിൽ മാത്രം സപ്പോർട്ടഡ്, ASUS ROG Phone 5 സപ്പോർട്ടഡ് അല്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് സ്റ്റോറേജും റാമും കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരേ സമയത്ത് വ്ളോഗിങ് ചെയ്യാം, സ്ട്രീമിങ് ചെയ്യാം, പിന്നെ ഇല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിങ് ചെയ്യാം. അപ്പോൾ ഓവർ ഹീറ്റ് ആവില്ല, കാരണം കൂളർ വെക്കുന്നുണ്ട്. ഇത് വേഗം ഒരു സ്റ്റെബിലിറ്റിയിൽ തണുത്ത ഒരു ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല. ഇല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ കൂടുതലായിട്ട് 5G ഡാറ്റ യൂസേജും ആകുന്നുണ്ട്, അതേ ടൈമിൽ ഗെയിമിങ്ങും ആകുന്നുണ്ട്. അതിനെക്കൊണ്ട് പ്രൊസസ്സർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്, വ്ളോഗിങ്ങിൽ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് വിത്ത് ഗെയിമിങ്. ഓക്കെ, ഗെയിമിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് എന്താ പറയുക, മോണിറ്റേഴ്സിൽ കണക്റ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് 2 മോണിറ്റേഴ്സിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൽ സ്ട്രീമിങ്ങും ചെയ്യുന്നു, ഗെയിമിങ്ങും ചെയ്യുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, കാരണം നിങ്ങൾ ചാർജിങ്ങിലും കൂടിയും കുത്തിയിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ട് നിങ്ങൾക്ക് എയറോ കൂളർ 5 ആ ഒരു ആക്സസറി യൂസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ 2 ഫോൺസ് മാത്രമാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇതിലും എക്സ്ചേഞ്ചും സംഭവം എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഫോണിലേക്ക് പോകാം, ASUS ROG Phone 5 അൾട്ടിമേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നത്. 85,999 രൂപ. എത്ര? 85,999.
ഓക്കെ അതിൽ നിങ്ങൾക്ക് 6% ഓഫാണ് കിട്ടുന്നത്. അപ്പോൾ 79,999 80,000 ആണ് വരുന്നത്. ഓക്കെ 80,000 രൂപ. ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 512 GB സ്റ്റോറേജാണ് നമ്മൾ പ്രോ പോലെ തന്നെ. പക്ഷേ ഇതിൽ 18 GB റാം വരുന്നുണ്ട്. ഓക്കെ വെറും ഒരു റാമിൻ്റെ ഡിഫറൻസാണ് വരുന്നത്. ഓക്കെ അപ്പോൾ 69,000 9,000 രൂപയാണ്, 9,000 അല്ല 10,000 രൂപയാണ് വെറും കുറച്ച് റാമിന് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ റാം എന്ന് പറയുമ്പോൾ 2 GB റാമാണ് കൂടുതൽ വരുന്നത്. പ്രോയിൽ 16 GB ആണ് വരുന്നത്, ഇതിൽ 18 GB ആണ്. വെറും 2 GBക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 10,000 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, ഇതിൻ്റെ ബാക്ക് ഡിസൈൻ. ഓക്കെ പ്രോയിൽ വെറും ബ്ലാക്ക് കളറാണ് വരുന്നത്, ഇതിൽ വൈറ്റ് കളറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ LED കട്ടൗട്ടും കുറച്ചും ഡിസൈൻ ആയിട്ടാണ്. വൈറ്റ് കളറിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ലുക്കിൽ കാണാൻ പറ്റും. ഓക്കെ കുറച്ചും കൂടി ഒരു ലുക്കുള്ളൊരു ഇതാണ്. ഓക്കെ പിന്നെ ഒരു ബ്ലൂയിഷ് ടിൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും റെഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇതിൽ ഒരു ബ്ലൂ ആണ്. സൈഡിലത്തെ ഒരു ബട്ടൺസ് ഇതെല്ലാം കൊടുത്തത് ആ ട്രിഗറിൻ്റെ ആ സൈഡിലെല്ലാണെന്ന് തോന്നുന്നു. ഓക്കെ പിന്നെ ഇതിലും ഫുൾ കൺട്രോൾ ഉള്ള LED ബാക്ക് ലൈറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ കിട്ടും. പിന്നെ ഒരു ലക്ഷറി ടൈപ്പാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഓക്കെ എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ഫുൾ എന്താ പറയുക, ഫുൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ ഫുള്ളി റിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക ഗെയിമിങ് അല്ലെങ്കിലും നിങ്ങൾക്കൊരു ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം. പക്ഷേ ഒരു മിനിമം നിങ്ങൾക്കൊരു എന്താ പറയുക ബാങ്ക് ബാലൻസ് ഒരു 5-8 ലക്ഷത്തിൻ്റെ മേലുള്ള ആളുകൾ മാത്രമാണ് ഞാൻ ഇതെടുക്കാൻ പറയുക. കാരണം എന്താ വെച്ചാൽ വലിയ ഡിഫറൻസ് ഇല്ല പ്രോയിലും ഇതിലും. ഓക്കെ രണ്ടിലും സ്റ്റോറേജ് ഇത് GB ഡിഫറൻസ് ഉള്ളൂ. പിന്നെ വരുന്നത് എയറോ കൂളിംഗ് ഫാനിൻ്റെ ആക്സസറി. ഓക്കെ ഇത് 2 ഫോൺസിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ പിന്നെ ഇതിൽ രണ്ടിലും വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കളർ മാത്രം. ഓക്കെ അപ്പോൾ ഈ കളർ ഈ സംഭവത്തിന് മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യാസമുള്ളത്. ഓക്കെ അപ്പോൾ ഇത് ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അൾട്ടിമേറ്റ്. ഓക്കെ ബാക്കി എല്ലാവർക്കും ഞാൻ ASUS ROG Phone 5 ആണ് റെക്കമെൻഡ് ചെയ്യുക. ഇതായിരിക്കില്ലെന്ന് വെച്ചാൽ ഈ സ്പോർട്സ് ടൈപ്പ് എന്താ പറയുക സ്ട്രീമിങ്ങും ഗെയിമിങ്ങും എല്ലാം ചെയ്യുന്നവർക്ക് ഇല്ലെങ്കിൽ മോണിറ്റർസിൽ കുത്തിയിട്ട് ഗെയിം ചെയ്യുന്ന സമയത്ത് സ്ട്രീമിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് സപ്പോർട്ട് ചെയ്യുക, ഹെവി ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. ഓക്കെ ബാക്കി എല്ലാവരും നോർമൽ ROG Phone 5 യൂസ് ചെയ്യുക. ഓക്കെ കാരണം അതിലും ഡുവൽ ഡിസ്പ്ലേ എല്ലാം കണക്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ കുറച്ച് ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഹീറ്റായാലും കൂളറിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ ROG Phone 5 എല്ലാവർക്കും എല്ലാ ഗെയിമേഴ്സിനും. ഓക്കെ എന്താ വെച്ചാൽ അത് പ്രൈസിനും എല്ലാത്തിനും നല്ലൊരു ഫോണാണ്. ROG Phone 5 Pro ഈ ആക്സസറി യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് മറ്റെല്ലാം ആക്സസറി യൂസ് ചെയ്യും. പക്ഷേ ഇതിൽ ആക്സസറി എന്ന് പറഞ്ഞാൽ ആ കൂളിംഗ് പാഡ് പോലത്തെ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗെയിമിങ് സ്ട്രീമിങ്ങും വ്ളോഗിങ്ങും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഈ ഫോൺ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യൂ. ഓക്കെ പിന്നെ ഈ LED ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം, ലക്ഷറി റിച്ച് ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക BaBu Monz TeChz. അപ്പോൾ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എല്ലാം കാണണം, പുതിയ വീഡിയോസ് എല്ലാം കാണണം, പഴയ വീഡിയോസും കാണണം. ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ബൈ ഫ്രം BaBu Monz TeChz.